ആഗോള അയ്യപ്പ സംഗമം നടത്തിപ്പ് ചെലവ് കണക്കിൽ ഉരുണ്ടുകളിച്ച് തിരുവിതാംകൂർ ദേവസ്വം ബോർഡ്. തിടുക്കത്തിൽ തയ്യാറാക്കിയപ്പോൾ ഓഡിറ്റ് റിപ്പോർട്ടിൽ പിഴവുണ്ടായെന്നാണ് ബോർഡിന്റെ ന്യായീകരണം. നന്ദഗോവിന്ദം ഭജൻസിന് തുക നൽകിയെന്ന ഓഡിറ്റിൽ പറയുന്നത് പിശകാണ്. ദേവസ്വം ഫണ്ടിൽ നിന്നെടുത്ത 3 കോടി തിരിച്ചു നൽകിയെന്നും വിശദീകരിച്ചാണ് ദേവസ്വം ബോർഡിന്റെ വാർത്താക്കുറിപ്പ്. ഓഡിറ്റ് റിപ്പോർട്ടിന്റെ പേരിൽ നിയമസഭയിൽ കള്ളം പറഞ്ഞെന്ന് പ്രചരിപ്പിച്ചവർ മാപ്പ് പറയേണ്ടി വരുമെന്ന് ദേവസ്വം മന്ത്രി VN വാസവൻ. ഈ ആഗോള അയ്യപ്പ സംഗമത്തിൽ പോറ്റിയെ ബന്ധിപ്പിച്ചില്ല എന്നുള്ളതാണ് കോൺഗ്രസ്സുകാർക്ക് ഉണ്ടാക്കിയിട്ടുള്ളൊരു വിഷമം. അതുകൊണ്ട് ആ വിഷമം നമുക്ക് മനസ്സിലാവും. ഇപ്പോൾ അന്വേഷണം എത്തേണ്ട രൂപത്തിൽ തന്നെ എത്തിക്കൊണ്ടിരിക്കുന്നു എന്നുള്ളതും അവർക്ക് വിഷമം ഉണ്ടാക്കുന്നുണ്ട്. അത് ഭംഗിയായി നടക്കട്ടെ. നടന്ന് പുറത്തെല്ലാം വരുമ്പോൾ ഇതിനെല്ലാം മറുപടിയാകും. ഇത് തെറ്റായി പറഞ്ഞൊരു നാളെ പൊതുജനങ്ങളോട് മാപ്പ് പറയണം, ചെന്നിത്തല ഉൾപ്പെടെ. കാരണം 17/10/2025 കൃത്യമായി ദേവസ്വം ബോർഡ് ആ 3 കോടി രൂപ റീകൂപ്പ് ചെയ്തിട്ടുണ്ട്. അത് രേഖയാണ്, നിങ്ങൾക്ക് വേണേൽ പരിശോധിക്കാം. ഞാനീ പറഞ്ഞത് നിയമസഭ പറയുന്നത് കൃത്യമായി പരിശോധിച്ചിട്ടാണ്. അതുകൊണ്ട് തന്നെ ഇത് പോയി പരിശോധിക്കുമ്പോൾ അതങ്ങനെ അല്ലായിരുന്നു എന്ന് പറഞ്ഞവർ നാളെ പൊതുജനങ്ങളോട് മാപ്പ് പറയും. 17/10/2025 ദേവസ്വം ബോർഡ് കൃത്യമായി നേരത്തെ അഡ്വാൻസ് ചെയ്ത പൈസ റീകൂപ്പ് ചെയ്തിട്ടുണ്ട്. അത് ബഹുമാനപ്പെട്ട ഹൈക്കോടതിക്കും അത് കൊടുത്തു കഴിഞ്ഞിട്ടുണ്ട്. വാർത്താക്കുറിപ്പിറക്കാതെ ദേവസ്വം ബോർഡ് കൃത്യമായ കണക്ക് കോടതിയിൽ കൊടുക്കണമെന്ന് പ്രതിപക്ഷ നേതാവ് VD സതീശൻ തിരിച്ചടിച്ചു. ശബരിമലയിൽ നടന്ന സ്വർണ്ണക്കൊള്ളയുടെ തുടർച്ച പോലെയാണ് ഹൈക്കോടതി നിരീക്ഷണത്തിൽ നടന്ന ആഗോള അയ്യപ്പ സംഗമത്തിലുണ്ടായത്. മുഖ്യമന്ത്രിയുടെ പടം വെച്ചുകൊണ്ട് കേരളം മുഴുവൻ ഫ്ലെക്സ് ബോർഡ് അടിച്ച് അതിൽ നിന്ന് PR വർക്ക് നടത്തി ആഗോള അയ്യപ്പ സംഗമം നടത്തി രാഷ്ട്രീയ മുതലെടുപ്പ് നടത്താൻ ശ്രമിച്ച ആളുകൾ ഇപ്പോൾ ആരെയും കാണാനില്ല. കട്ടവരെ കാണാനില്ല. ഇപ്പോൾ ആർക്കും പങ്കില്ല എന്താ പറയുക. പിന്നെ ഇത് ആരാ നടത്തിയത്? ഗവൺമെന്റിന് പങ്കുണ്ട്. കാരണം സർക്കാരിൻ്റെ പിന്തുണയോടുകൂടിയാണ് ദേവസ്വം ബോർഡ് അത് നടത്തിയത്. ഈ സർക്കാർ നടത്തിയ പൊളിറ്റിക്കൽ അപ്പോയിൻമെൻ്റാണ് ദേവസ്വം ബോർഡ് പ്രസിഡന്റും അന്നത്തെ അംഗങ്ങളും എന്ന് പറയുന്നത്. ഇവരെല്ലാവരും കൂടി ചേർന്ന് നടത്തിയതാണ്. അയ്യപ്പൻ്റെ പേരിൽ വേണോ ഈ തട്ടിപ്പ്? എനിക്ക് മുഖ്യമന്ത്രിയോട് ചോദിക്കാനുള്ളതാണ്. അങ്ങായിരുന്നു ഇതിൻ്റെ മുഴുവൻ ക്രെഡിറ്റ് എടുക്കാൻ വേണ്ടി ശ്രമിച്ചത്. എന്നിട്ടിപ്പോൾ എല്ലാവരും ദേവസ്വം മന്ത്രി അടക്കം എല്ലാവരും കൈകഴുകി പോയാൽ ഈ കോടികൾ കൊള്ളയടിച്ചതിന് ആര് ഉത്തരവാദിത്വം പറയും? അതിന് കണക്ക് പറഞ്ഞേ മതിയാവൂ. ആരാണ് അതിന് ഉത്തരവാദിയെങ്കിലും നിയമത്തിന്റെ മുന്നിൽ കൊണ്ടുവന്നേ മതിയാവൂ. വിവരങ്ങളുമായി തിരുവനന്തപുരത്ത് നിന്ന് ചേരുന്നത് വിനേഷ് കുമാറാണ്. വിനേഷ്, ഗുഡ് ഈവനിങ്. ഇപ്പോൾ ഈ കേസിൽ തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് പറയുന്നത് പെട്ടെന്ന് തിടുക്കപ്പെട്ട ഒരു റിപ്പോർട്ട് ഉണ്ടാക്കിയപ്പോൾ അതിൽ പറ്റിയ ചില പിശകുകളെന്ന് പറയുന്നു. അങ്ങനെയൊക്കെയാണോ? ഇത്രയധികം ജാഗ്രതയില്ലാതെയാണോ ഒരു ഓഡിറ്റ് റിപ്പോർട്ട് തയ്യാറാക്കുന്നതെന്ന് ചോദ്യം അവിടെ നിൽക്കുന്നു. മറുവശത്ത് മന്ത്രി പറയുന്നു ഈ പറഞ്ഞതിനെല്ലാം കണക്ക് പറയേണ്ടി വരും, അതെല്ലാം തിരിച്ചു പറയേണ്ടി വരും എന്നൊരു ആത്മവിശ്വാസം മന്ത്രി പ്രകടിപ്പിക്കുന്നുണ്ട്. മറുവശത്ത് ഇത് വാർത്താക്കുറിപ്പല്ല ഇറക്കേണ്ടത്, ഇത് കോടതിയെ കൃത്യമായി ബോധിപ്പിക്കണം. അപ്പോൾ ഇതിലെ ഈ വരവും ചെലവും ഒക്കെ തമ്മിലുള്ള ഒരു പൊരുത്തക്കേടുണ്ടല്ലോ, ആ പൊരുത്തക്കേടിന് ഏത് രീതിയിലാണ് പരിഹരിക്കാനാകുന്നതെന്നാണ് സർക്കാർ കരുതുന്നത്? പ്രതിപക്ഷത്തിന്റെ ഒരു നീക്കം എങ്ങനെയായിരിക്കും? ക്രിസ്tina, ആഗോള അയ്യപ്പ സംഗമവുമായി ബന്ധപ്പെട്ടുകൊണ്ട് കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി CPM നേതാക്കൾ പറഞ്ഞുകൊണ്ടിരിക്കുന്ന അതേ കാര്യം തന്നെയാണ് ഇപ്പോൾ ദേവസ്വം ബോർഡും പറയുന്നത്. കാരണം ഇതിൽ പിശക് സംഭവിച്ചത്, ഈ ഓഡിറ്റ് റിപ്പോർട്ടിൽ ചില പിശകുകൾ സംഭവിച്ചിട്ടുണ്ടെന്ന് പറയുന്നുണ്ട്. ഭജഗോവിന്ദം ആ സംഘടനയ്ക്ക് 8 ലക്ഷം രൂപ അല്ലെങ്കിൽ ആ പാട്ട് സംഘത്തിന് 8 ലക്ഷം രൂപ കൊടുത്തുമായി ബന്ധപ്പെട്ടുകൊണ്ട് അങ്ങനെ ഒരു സംഭവം ഉണ്ടായിട്ടില്ല എന്ന് പറയുന്നുണ്ട്. 8 ലക്ഷം രൂപ കൊടുത്തു എന്നാണ് രേഖകളിലുള്ളത്. അങ്ങനൊരു കച്ചേരി അവിടെ നടന്നിട്ടില്ല എന്നുള്ളതാണ് ഇതിൽ എടുത്തു പറയേണ്ട കാര്യം. ഇത്തരത്തിലുള്ള തെളിവുകളെല്ലാം തന്നെ പുറത്തു വരുന്നുണ്ട്. പിന്നെ ഈ ഭക്ഷണം നൽകിയതുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള കാര്യങ്ങൾ പറയുന്നുണ്ട്. ഇതിൽ അടിമുടി ക്രമക്കേടുകൾ നടന്നിട്ടുണ്ട് എന്ന് തെളിയിക്കുന്ന രേഖകളാണ് യഥാർത്ഥത്തിൽ ഓഡിറ്റ് റിപ്പോർട്ടിലുള്ളത്. ഇതിനെല്ലാം തന്നെ കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി CPM നേതാക്കൾ തള്ളുന്നത് നമ്മൾ കണ്ടതാണ്. അതിൽ പ്രധാനമായും എടുത്തു പറയേണ്ടത്, ഇതിൽ ഈ VN വാസവൻ തന്നെ കഴിഞ്ഞ ദിവസം പറഞ്ഞിരിക്കുന്നത് തങ്ങൾക്ക് ഇതിൽ പ്രതികരിക്കാൻ കഴിയില്ല, പ്രതികരിക്കേണ്ടത് ദേവസ്വം ബോർഡാണെന്ന് പറയുന്നു. അതിന് പിന്നാലെയാണ് ഇപ്പോൾ ദേവസ്വം ബോർഡിന്റെ ഒരു പത്രക്കുറിപ്പ് ഇറങ്ങിയിട്ടുള്ളത്. CPM നേതാക്കൾ കഴിഞ്ഞ ദിവസങ്ങൾ, CPM നേതാക്കളും സർക്കാരും കഴിഞ്ഞ ദിവസങ്ങളിൽ പറഞ്ഞുകൊണ്ടിരിക്കുന്ന അതേ കാര്യം തന്നെയാണ് പറയുന്നത്. ദേവസ്വം ബോർഡ് മുൻ പ്രസിഡന്റായ PS പ്രശാന്ത് പറയുന്നതും അതേ കാര്യങ്ങൾ തന്നെയാണ്. CPM സംസ്ഥാന സെക്രട്ടറിയായ MV ഗോവിന്ദനും പറയുന്നു അത്തരത്തിലുള്ള യാതൊരു ക്രമക്കേടും ഇതിനകത്ത് നടന്നിട്ടില്ല, മനഃപൂർവ്വം വിവാദങ്ങൾ ഉണ്ടാക്കുകയാണെന്ന് പറയുന്നുണ്ട്. VN വാസവൻ തന്നെ പ്രതികരണം ഇപ്പം നമ്മൾ കൊടുത്തതിൽ തന്നെ അദ്ദേഹം പറയുന്ന ഒരു കാര്യം, ഇതിനെല്ലാം തന്നെ മറുപടി പറയേണ്ടി വരും എന്നാണ് പറയുന്നത്. അതിപ്പോൾ രമേശ് ചെന്നിത്തലയും VD സതീശനും എല്ലാം തന്നെ ഇതിൽ മറുപടി പറയേണ്ടി വരും എന്നാണ് പറയുന്നത്. എന്തായാലും UDF ഇതിൽ ഒറ്റക്കെട്ടായി തന്നെ വളരെ കൃത്യമായി തന്നെ ഈ അഴിമതിയും മറ്റു കാര്യങ്ങളും കൃത്യമായി തന്നെ അത് പ്രചരിപ്പിച്ച് മുന്നോട്ട്
മുന്നോട്ട് കൊണ്ടുപോകുക എന്നൊരു തന്ത്രം തന്നെയാണ് ഉപയോഗിക്കുന്നത്. അതിൽ VD സതീശൻ വളരെ കൃത്യമായിട്ട് തന്നെ പറഞ്ഞിട്ടുണ്ട് ഇതിൽ നടന്നിരിക്കുന്ന ക്രമക്കേടുകൾ ഇങ്ങനെയാണ്. ഇതിൽ ഇവർ അല്ലെങ്കിൽ സർക്കാർ അല്ലെങ്കിൽ പിന്നെ ആരാണ് ക്രമക്കേട് നടത്തിയിട്ടുള്ളത് എന്ന് അദ്ദേഹം ചോദിക്കുന്നുണ്ട്. ഒപ്പം തന്നെ മുരളീധരൻ കൃത്യമായി തന്നെ സർക്കാരിനെ പരിഹസിക്കുന്നുണ്ട്. കാരണം വീരപ്പനെ പോലും പ്രണമിക്കേണ്ടി വരും അത്തരത്തിലുള്ളൊരു അഴിമതിയാണ് നടന്നിട്ടുള്ളത് എന്ന് പറയുന്നു. എന്തായാലും നമുക്കറിയാം ആഗോള അയ്യപ്പ സംഗമം തുടക്കം മുതൽ തന്നെ വിവാദത്തിൽ മുങ്ങി നിൽക്കുന്നതായിരുന്നു. ഇപ്പോൾ അതിന്റെ ഓഡിറ്റ് റിപ്പോർട്ട് വന്നതോടുകൂടി അതിലെ ക്രമക്കേടുകളും വരുന്നു. എന്തായാലും പ്രതിപക്ഷം ഉന്നയിക്കുന്ന പ്രധാന കാരണം ഈ സ്വർണ്ണ കവർച്ചയുമായി ശബരിമലയിലെ സ്വർണ്ണ കവർച്ചയുടെ തുടർച്ചയാണ് ആഗോള അയ്യപ്പ സംഗമത്തിലും നടന്നിരിക്കുന്ന ഇത്തരത്തിലുള്ള ഒരു തീവട്ടിക്കൊള്ള എന്ന് തന്നെയാണ് യഥാർത്ഥത്തിൽ UDF-ഉം അതുപോലെ തന്നെ മറ്റ് പ്രതിപക്ഷ കക്ഷികളും പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. എന്തായാലും സർക്കാർ കൂടുതൽ പ്രതിരോധത്തിലേക്ക് പോകുന്നതാണ് ഇപ്പോൾ നമ്മൾ കാണുന്നത്. ഇതിനിടയിലാണ് ദേവസ്വം ബോർഡിന്റെ ഒരു പത്രക്കുറിപ്പ് വരുന്നത്. പക്ഷേ സർക്കാരിനെ പൂർണ്ണമായും ന്യായീകരിക്കുന്ന ഒരു പത്രക്കുറിപ്പ് എത്രത്തോളം ഇതിൽ സർക്കാരിന് പിടിച്ചു നിൽക്കാൻ കഴിയും എന്നുള്ളത് കാത്തിരുന്ന് കാണേണ്ടതാണ്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.